നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അതിദാരുണമായ ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. ഓസ്ട്രേലിയയിൽ മലയാളി നഴ്സിനെയും 2 മക്കളെയും കാറിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. ഇവർ മലയാളികളാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. കേരളത്തിൽ നിന്നുള്ള ജാസ്മിൻ, മക്കളായ എബിലിൻ, കാരലിൻ എന്നിവരാണ് മരിച്ചതെന്നാണ് ഇവിടെയുള്ള മലയാളികൾ നൽകുന്ന വിവരം. ലൈഫ് സ്പ്രിംഗ് പെന്തക്കോസ്ത് സഭാംഗമാണ് ഇവരെന്നാണ് വിവരം. 6 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളാണ് മരിച്ച 2 പേരും. മരിച്ച യുവതിക്ക് 30 വയസ്സിന് മുകളിൽ പ്രായമുണ്ടെന്നാണ് പോലീസ് നിഗമനം. ഇവരുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ക്രാൻബേൺ വെസ്റ്റിൽ ഹൈവേയിൽ കൃഷിയിടത്തോട് ചേർന്ന് നിർത്തിയിട്ട നിലയിലാണ് കാറ് കണ്ടെത്തിയത്. തീപിടുത്തം ഉണ്ടായെന്ന വിവരം അറിഞ്ഞ അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥർ എത്തിയാണ് തീ അണച്ചത്. മെൽബൺ നഗരത്തിന്റെ തെക്ക് കിഴക്ക് ഭാഗത്തുള്ള ക്രാൻബേൺ വെസ്റ്റിൽ ഇന്നലെ രാത്രിയാണ് സംഭവം ഉണ്ടായതെന്നാണ് വിവരം. രാത്രി 7:55ഓടെ വെസ്റ്റേൺ പോർട്ട് ഹൈവേക്ക് സമീപം കാറിന് തീ പിടിച്ചെന്നായിരുന്നു ആദ്യ റിപ്പോർട്ടുകൾ. ഹൈവേക്ക് സമീപത്തെ കൃഷിയിടത്തോട് ചേർന്ന നിർത്തിയ നിലയിലായിരുന്നു കാർ കണ്ടെത്തിയത്. സ്ഥലത്തെത്തി തീ അണച്ച എമർജൻസി വിഭാഗം കാറിനുള്ളിൽ നിന്ന് 3 മൃതദേഹങ്ങൾ കണ്ടെത്തുകയായിരുന്നു. ആത്മഹത്യയെന്നാണ് പ്രാഥമിക സൂചനകൾ എങ്കിലും കൊലപാതകത്തിന്റെ സാധ്യതയും തള്ളിക്കളയാനാകില്ല. പക്ഷേ സംഭവത്തിന് പിന്നിൽ മറ്റാരെങ്കിലും ഉൾപ്പെട്ടിട്ടുള്ളതായി ഈ ഘട്ടത്തിൽ കരുതുന്നില്ലെന്നാണ് പോലീസ് അറിയിച്ചത്. അപകടത്തിന്റെ ദൃക്സാക്ഷികളായ ആരെങ്കിലും ഉണ്ടെങ്കിലോ തീപിടുത്തത്തിന്റെ ഡാഷ് ക്യാം ദൃശ്യങ്ങൾ ഉള്ളവരോ അന്വേഷണ സംഘവുമായി ബന്ധപ്പെടണമെന്നും പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വാഹനം കത്തി നശിച്ചതിനാൽ അപകട കാരണം ഇനിയും കണ്ടെത്താനായിട്ടില്ല. ജാസ്മിൻ ഭർത്താവുമായി പിണങ്ങിക്കഴിയുകയായിരുന്നുവെന്നും റിപ്പോർട്ടുണ്ട്. വലിയ തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ തീപിടുത്തം കാരണം ആർക്കും കാറിന് അടുത്തേക്ക് പോലും പോകാനായിരുന്നില്ല. വെള്ളം ചീറ്റി തീ അണച്ച ശേഷമായിരുന്നു രക്ഷാപ്രവർത്തനം. അപ്പോഴേക്കും കാറിലുണ്ടായിരുന്ന 3 മരണപ്പെട്ടിരുന്നു. DNA പരിശോധന ഉൾപ്പെടെ നടത്തി മൃതദേഹം ആരുടേതാണ് എന്ന് ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇതിനുശേഷമാകും ഇവരുടെ മൃതദേഹം വിട്ടുനൽകുന്നതുൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാവുകയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. 3 മരണത്തിന്റെ വ്യക്തമായ കാരണം ഇപ്പോഴും അവ്യക്തം തന്നെയാണ്. ഇതിലുൾപ്പെടെ വ്യക്തത വരേണ്ടതുണ്ട്. ഇവരുടെ ബന്ധുക്കളുമായോ കൂടെയുള്ളവരുമായോ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും ഇതിനെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവരൂ. കഴിഞ്ഞ ആഴ്ച പെർത്തിൽ കത്തിക്കരിഞ്ഞ കാറിൽ അമ്മയുടെയും മക്കളുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു. തമിഴ് വംശജരായിരുന്നു സംഭവത്തിൽ മരിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ വംശജർക്കിടയിൽ ആശങ്കയുണ്ടാക്കുകയാണ് ഈ സംഭവവും. ഈ അപകടവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു കുറിപ്പുണ്ട്. അതിലെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. മെൽബണിൽ കാറിന് തീപിടിച്ച് മലയാളി പെന്തക്കോസ്ത് സഹോദരിയും 2 കുഞ്ഞുങ്ങളും മരിച്ചു. മെൽബണിന്റെ തെക്ക് കിഴക്ക് ഭാഗത്തുള്ള ക്രാൻബൺ വെസ്റ്റിൽ കഴിഞ്ഞ രാത്രിയിൽ കാറിന് തീപിടിച്ച് മലയാളി പെന്തക്കോസ്ത് സഹോദരി ജാസ്മിനും അവരുടെ 2 കുഞ്ഞുങ്ങളും അടക്കം 3 പേരാണ് മരിച്ചത്. മരണകാരണം വ്യക്തമല്ല. ലൈഫ് സ്പ്രിംഗ് പെന്തക്കോസ്ത് സഭാംഗമാണ് ഇവർ. വെസ്റ്റേൺ പോർട്ട് ഹൈവേയിൽ കഴിഞ്ഞ രാത്രി 8 മണിക്ക് മുൻപ് ഒരു കാറിന് തീ പിടിച്ചെന്ന റിപ്പോർട്ടുകളോട് എമർജൻസി സർവീസുകൾ പ്രതികരിച്ചു. ഹൈവേക്ക് സമീപമുള്ള ഒരു ഫാം ഗേറ്റിന് മുന്നിലാണ് കത്തിയ വാഹനവും വാഹനത്തിനുള്ളിൽ നിന്ന് 3 മൃതദേഹങ്ങളും പോലീസ് കണ്ടെത്തിയത്. കൂടുതൽ വിവരങ്ങൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. എന്നാൽ ഭർത്താവിന് വേറൊരു സ്ത്രീയുമായി ബന്ധം ഉണ്ടെന്ന് വ്യക്തമായാൽ ഏത് സ്ത്രീയും പതറിപ്പോകും. കാരണം അവർ ബലഹീന പത്രമാണെന്ന് ബൈബിൾ പറയുന്നു. കൂടുതൽ വിവരങ്ങൾ പിന്നാലെ. ഇത്തരത്തിലാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കുറിപ്പ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.